ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സമ്പൂർണതയും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി കടന്നു വന്ന നാം ഓരോരുത്തരും ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിനും പൂർണ്ണമായി അനുസരിക്കുന്നതിനും ദൈവകൃപകൾ സ്വീകരിക്കുന്നതിനും ഹൃദയത്തെ എളിമപ്പെടുത്തി വിശുദ്ധമായ ഹൃദയത്തോടുകൂടെ ആഗ്രഹത്തോടെ ഉള്ള പ്രാർത്ഥന കർത്താവ് തീർച്ചയായും കേൾക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ ഇന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നാം ഓർക്കാം. നന്ദി നിറഞ്ഞ ഒരു ഹൃദയം കർത്താവിന് സമർപ്പിക്കുക. കഴിഞ്ഞ രാത്രിയിൽ അവിടുന്ന് സുഖമായ ഉറക്കം നൽകിയതിന് നന്ദിയുള്ള ഒരു പ്രാർത്ഥന കർത്താവിന് സമർപ്പിക്കുക. ഇന്ന് ഞായറാഴ്ച ദിവസം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബത്തെ സമർപ്പിക്കാം. ജീവിത പങ്കാളിയെ കർത്താവിന് സമർപ്പിക്കാം. ജീവിത പങ്കാളിയുടെ ഓരോ കുറവിനെയും, നിങ്ങൾ കാണുന്ന ഓരോ കുറവിനെയും, സമൂഹം കാണുന്ന ഓരോ കുറവിനെയും സമർപ്പിക്കാം. കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം. മക്കളെ സമർപ്പിക്കാം. മക്കളിലുള്ള കുറവുകളെ ഓരോരുത്തരുടെ പേരായി അവരുടെ കുറവുകളോടുകൂടി കർത്താവിന് സമർപ്പിക്കാം. നിങ്ങളെ തന്നെ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുക. നിങ്ങളുടെ കുറവുകളെ സമർപ്പിക്കുക. ജീവിത പങ്കാളിയും മക്കളും നിങ്ങളെക്കുറിച്ച് എന്താണ് കുറവുള്ളതായി അവർക്ക് തോന്നുന്നത് അത് സമർപ്പിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് കുറവുകളാണ് അവർ കണ്ടുപിടിച്ചത് അത് സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുക. നിങ്ങളുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കുക. ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതെ ഉള്ള നിങ്ങളുടെ വേദന, ശമ്പളം കിട്ടാത്തതുകൊണ്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇവ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. മക്കളുടെ പഠനത്തെ സമർപ്പിക്കുക. മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുക. മക്കളുടെ വിവാഹത്തെ സമർപ്പിക്കുക. കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിട്ടും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വിവാഹം മുടങ്ങിക്കിടക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും ഈ സമയം കർത്താവിന് സമർപ്പിക്കുക. നമ്മുടെ യുവതി യുവാക്കളെ സമർപ്പിക്കുക. ഇന്ന് നമ്മുടെ കുടുംബത്തിനു വേണ്ടി കുടുംബത്തിലുള്ള ഓരോ പ്രശ്നങ്ങളെ ഓർത്ത് സമർപ്പിക്കുക. കുടുംബത്തിലുള്ള കടബാധ്യതകളെ സമർപ്പിക്കുക. സാമ്പത്തിക ഞെരുക്കങ്ങളെ സമർപ്പിക്കുക. കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും രോഗം സമർപ്പിക്കുക. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് സമർപ്പിക്കുക. ഇന്ന് കർത്താവ് നിങ്ങൾ സമർപ്പിച്ചതെല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ സമർപ്പിച്ചോ അതെല്ലാം കർത്താവ് സ്വീകരിച്ചു. കർത്താവായ യേശു ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. മക്കളുടെ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഏറ്റെടുത്ത് ഇടപെടാൻ പോകുന്നു. നിങ്ങൾ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ദിവസമാണ്. കർത്താവിനെ അന്വേഷിച്ചവർക്ക് ഇന്നുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. കർത്താവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മുടെ രക്ഷകനായ യേശു ഇന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ആവശ്യമായ കാര്യങ്ങളെ സമർപ്പിക്കാം. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കാം. നിങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങളെ സമർപ്പിക്കാം. നാം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ റോഡിലൂടെ മറ്റ് വരുന്ന വാഹനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി
നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സ്വീകരിച്ച്, നിങ്ങളെ അലട്ടുന്ന പ്രയാസങ്ങളെ സ്വീകരിച്ച് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന ഓരോ രോഗികളെയും അവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് സംഭവിച്ചു. അവർ സൗഖ്യപ്പെട്ടു. കുഷ്ഠരോഗികൾ ശുദ്ധരാകാൻ ആഗ്രഹിച്ച് അവരുടെ കുഷ്ഠരോഗത്തെ കർത്താവിന് നൽകി. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയാക്കാൻ സാധിക്കും. അതേപോലെ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. ഈ കർത്താവ് ഇന്ന് നമ്മെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നിന്നെയും എന്നെയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്ന് കർത്താവിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അത് കർത്താവിനോട് ചോദിക്കുക. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്ത കർത്താവ് ഇന്ന് നിങ്ങൾക്കത് നൽകാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലുള്ള ഓരോ തകർച്ചകളെയും കർത്താവിന് പേരായി സമർപ്പിക്കാം. നിങ്ങൾ വിവാഹിതരായ അന്ന് മുതൽ ഇന്ന് വരെ, ചിലപ്പോൾ 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 50 വർഷമായിരിക്കാം, വർഷങ്ങളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും, എത്ര വർഷങ്ങളായെങ്കിലും, നിങ്ങൾ വിവാഹിതരായ അന്ന് മുതലുള്ള ഓരോ പ്രശ്നങ്ങളെയും, ഓരോ ദുഃഖത്തെയും, വേദനയെയും, തിരസ്കരണത്തെയും എല്ലാം ഓരോന്നായി കർത്താവിന് സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും, അവരുടെ വീട്ടുകാരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, കുടുംബാംഗങ്ങളിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്കുണ്ടായ ഓരോ അവസ്ഥ, നിങ്ങൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായിരുന്നതുപോലെ ഒന്നുമല്ല കുടുംബജീവിതം തുടങ്ങിയപ്പോൾ എന്നറിഞ്ഞ ആ നിമിഷം നിങ്ങൾക്കുണ്ടായ ആ സഹനം, വേദന, നിരാശ, തിരസ്കരണം എല്ലാം സമർപ്പിക്കുക. ഇന്ന് കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിന് കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമുള്ള കർത്താവിൻ്റെ പദ്ധതിയെ ഇന്ന് നമുക്ക് കേൾക്കാം. ദൈവവചനത്തിലൂടെ ഇന്ന് നാം കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിലൂടെ നിന്റെ ഇഷ്ടം, നിന്റെ ഹിതം, നിന്റെ സ്വഭാവം, നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതുപോലെ തന്നെ ഈ വചനത്തിലൂടെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂദായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചതെന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദിമുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു.
ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിൽ ഉള്ളതാണ് എങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. യേശു പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, കുടുംബജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും തിരിച്ചറിയുവാനും അതിൻ്റെ ആഴം മനസ്സിലാക്കി എന്തുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹ ജീവിതം, ഒരു കുടുംബജീവിതമല്ലല്ലോ എനിക്ക് ലഭിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഉള്ള ഒരു ജീവിതം. എന്നാൽ എനിക്ക് ലഭിച്ചത് നേരെ വിപരീതമായ ഒരു ജീവിതം. അതിനാൽ തന്നെ നാം വിവാഹ ജീവിതം വേർപെടുത്തുവാൻ പല വ്യക്തികൾ വെമ്പൽ കൊള്ളുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച ഒരു വിവാഹ ജീവിതമല്ല, ഞാൻ ആഗ്രഹിച്ച ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയല്ല, എൻ്റെ ജീവിത സങ്കല്പത്തിലെ ഒരു വ്യക്തിയല്ല എനിക്ക് വിവാഹം കഴിച്ചു കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കാം എന്ന് ചിലരുടെ മനസ്സിൻ്റെ അവസ്ഥ കണ്ട് കർത്താവായ യേശു അവരോട് പറഞ്ഞത് ഇന്ന് നമുക്കും ശ്രദ്ധിക്കാം. യേശു പറഞ്ഞു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അവിഹിത ബന്ധം എന്ന് ഒന്നില്ലാതെ ആരെങ്കിലും ഭാര്യയെയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിച്ചാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആ വ്യക്തി വ്യഭിചാരി എന്ന് വിളിക്കപ്പെടും. വ്യഭിചാരം ചെയ്യുന്നവന് തുല്യമാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് ഭാര്യയെ ഉപേക്ഷിക്കാൻ, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ, മറ്റൊരുവനെ വിവാഹം കഴിക്കാൻ, മറ്റൊരുവളെ വിവാഹം കഴിക്കാൻ പല സമ്മർദ്ദങ്ങളും നിങ്ങളിലുണ്ടാകാം. എന്നാൽ കർത്താവ് അങ്ങനെയുള്ളവരെ വ്യഭിചാരി എന്ന് കാണുന്നു. തിരുവചനം സത്യമാണ്, അത് മാറ്റപ്പെടില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിന് തെറ്റുകൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം. കർത്താവ് അരുളി ചെയ്യുന്നത്, മകനെ മകളെ, വിവാഹ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്റെ കുറവുകൾ ഒരു വിവാഹ ജീവിതത്തിൽ കൂടി മാത്രമേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തെന്നാൽ ഒരു വ്യക്തി കൂടെ താമസിച്ച്, ഒരുമിച്ച് താമസിച്ച്, ഒരു കുടുംബമായി താമസിക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം പുറത്ത് കാണുന്നത്. ഞാനിത് ഉദ്ദേശിക്കുന്നത്, ഒത്തിരി പേർ ഇപ്പോൾ ലിവ് ഇൻ കപ്പിളായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കുടുംബജീവിതമല്ല. ഒരിക്കലും അതിനെ കർത്താവ് അനുകൂലിക്കില്ല. അത് വ്യഭിചാരം ചെയ്യുകയാണ്. എന്നാൽ കുടുംബജീവിതം, വിവാഹം എന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തിക്ക് അവരുടെ കുറവുകളെ, അവരുടെ ബലഹീനതകളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി ജീവിത പങ്കാളി സഹായിക്കും, അല്ല എങ്കിൽ കുടുംബത്തിൽ ഉള്ളവർ സഹായിക്കും. അപ്പോഴാണ് അവിടെ കുറ്റം പറച്ചിലുകളും പകവീട്ടലുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇത് തിന്മയായി നിങ്ങൾ എടുക്കരുത്. ഇതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടുകളോ ആയി നിങ്ങൾ എടുക്കരുത്. മറിച്ച് ജീവിത പങ്കാളിയിൽ കൂടി, ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ കൂടി, കുടുംബാംഗങ്ങളിൽ കൂടി കർത്താവാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തി തരുന്നത്. ഇത് കൂട്ടുകാരുടെ കൂടെ താമസിച്ചാലോ, ലിവ് ഇൻ കപ്പിളായിട്ട് താമസിച്ചാലോ, ഒറ്റയ്ക്ക് വിവാഹം വേണ്ടെന്ന് വെച്ച് താമസിച്ചാലോ, നിങ്ങളുടെ കുറവുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ മറ്റാരും കാണില്ല.
ഈ കുടുംബ ജീവിതത്തിലാണ് ഇതിനുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ കാര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. വിവാഹ ജീവിതം കഴിഞ്ഞ് നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് അല്ല ശരി. എന്തെന്നാൽ വിവാഹ ജീവിതം ഈ ലോകത്തിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായ, ദൈവം അനുഗ്രഹിച്ച, ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം അത് വിവാഹ ജീവിതം മാത്രമാണ്. അതിനാൽ തന്നെ അത് പരിശുദ്ധമാണ്. വിവാഹ ജീവിതത്തിൽ ദൈവകൃപയില്ലാതെ ആർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. ജീവിത പങ്കാളി നിന്റെ കുറവുകളെ എടുത്തു കാണിച്ച് പറയുമ്പോൾ, നിന്റെ ബലഹീനതകളെ പറയുമ്പോൾ, നിന്നോട് ശണ്ട കൂടുമ്പോൾ, അത് നിന്നിലുള്ള കുറവുകളെ കണ്ടിട്ടാണ്. അപ്പോൾ ആവശ്യമായത് ദൈവത്തോട് അടുക്കുക. ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി എന്നോട് സ്നേഹമായിട്ടല്ല പെരുമാറുന്നത്, എപ്പോഴും എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. കുടുംബത്തിലുള്ളവർ എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു. മകനെ, മകളെ, നിനക്ക് കുറ്റമുള്ളതുകൊണ്ടാണ് അവർ കണ്ടുപിടിക്കുന്നത്. നിനക്ക് കുറ്റമില്ലായിരുന്നു എങ്കിൽ അവർ നിന്നോട് സ്നേഹത്തോടെ പെരുമാറുകയുള്ളൂ. അതിനാൽ നിനക്ക് കുറ്റമുണ്ട് എന്നത് സമ്മതിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നീതിമാനായി ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപികളാണ്. പാപം മൂടപ്പെട്ടിരിക്കുന്നു. പാപം നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ പാപത്തെ തിരിച്ചറിയണമെങ്കിൽ അതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരു കുടുംബ ജീവിതത്തിലാണ്. എന്തെന്നാൽ വിവാഹിതരാകുന്ന ഭാര്യയും ഭർത്താവും രണ്ട് കുടുംബങ്ങളിൽ നിന്ന്, രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന്, രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന്, രണ്ട് മാർഗങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. പല ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് അവർ വന്നിരിക്കുന്നത്. അത് ഒരുമിച്ച് ചേരുമ്പോഴാണ് പരസ്പരമുള്ള കുറവുകളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണ്. ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. അതിനാൽ വിവാഹം വേണ്ട എന്ന് കരുതി മാറി നിൽക്കുന്നത് അത് ദൈവത്തിന് പ്രീതികരമല്ല. എന്നാൽ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹത്തോടെ വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് അത് വ്യത്യസ്തമായ കാര്യമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് നിന്റെ വിവാഹ ജീവിതത്തെ നീ പുനഃപരിശോധിക്കുക. വിവാഹം കഴിച്ച ആദ്യത്തെ ദിവസം തൊട്ട് നീ നോക്കുക, നിന്റെ പ്രശ്നങ്ങൾ എന്താണ് നിന്റെ ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ നിന്നോട് പറഞ്ഞത്? എന്തിനെക്കുറിച്ചാണ് എന്നും കുടുംബത്തിൽ കലഹമുണ്ടാകുന്നത്? നീ മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ടാണോ? നീ കുടുംബത്തിൽ ശ്രദ്ധിക്കാതെ ഉത്തരവാദിത്തങ്ങൾ എടുക്കാത്തത് കൊണ്ടാണോ? നിന്റെ അലസമായ സ്വഭാവമാണോ? നിന്റെ ലൈംഗിക വിരക്തിയാണോ? ലൈംഗിക ജീവിതത്തിനുള്ള ആസക്തി കൂടുതലായതുകൊണ്ടാണോ? എന്താണ് നിന്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് നിന്റെ ജീവിത പങ്കാളി ഓരോ നിമിഷവും നിന്നെ അലട്ടുന്നത്? നിന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ആ പ്രശ്നങ്ങൾ മാറിയാൽ എൻ്റെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും. ഞാനൊരു കുടുംബത്തെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ ആ കുടുംബത്തിൻ്റെ സ്ത്രീ എൻ്റെ അടുത്ത് മക്കളെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഞാൻ ഓരോരുത്തരെ, കുടുംബത്തിൽ ഓരോ വ്യക്തിയെ പേഴ്സണലായിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് വീണ്ടും എല്ലാവരെയും കൂടി കുടുംബമായി ഒന്നിച്ച് കൗൺസിലിംഗ് നടത്തിയപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്, ആ ഭാര്യ അവളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് അവൾ ഒരു പരിശുദ്ധയാണ്. എന്നാൽ അവൾ അറിയാത്ത പാപക്കെട്ടുകളുണ്ട്. അവൾക്കത് ബോധ്യപ്പെടുന്നില്ല, അവൾക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം ആ കുടുംബനാഥനിലും മക്കളിലും ഒത്തിരി പാപങ്ങൾ, തെറ്റുകളുണ്ട്. എന്നാൽ അവർക്ക് അത് സമ്മതിക്കാൻ സാധിക്കുന്നുണ്ട്. അവർ തെറ്റുകാരാണ്, അവർ പാപികളാണ് എന്ന് അവർക്ക് ഏറ്റുപറയാൻ സാധിച്ചു. എന്നാൽ ഈ ഭാര്യയ്ക്ക് അവളുടെ കുറവുകളെ അവൾക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നില്ല. അത്ര കഠിനമായ ഒരു ഹൃദയം. എന്തെന്നാൽ ആ മകളെ സംബന്ധിച്ച് അവൾ എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവളാണ്. അവൾ എന്നും കൊന്ത ചൊല്ലി
പ്രാർത്ഥിക്കുന്നവളാണ്. അവൾ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നവളാണ്. എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവവചനം കാണാപ്പാഠം അറിയാവുന്നവളുമാണ്. എന്നാൽ ഈ വ്യക്തികൾ ആരും അവളുടെ കുറവുകളെ, അവളുടെ അന്തരാത്മാവിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല. എന്തെന്നാൽ അവർക്കത് അറിയില്ല. എന്നാൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു, അവളുടെ ഹൃദയത്തിൽ ഒത്തിരി ഹൃദയ കാഠിന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനോ ഗ്രഹിക്കാനോ അതിൻ്റെ ആഴം മനസ്സിലാക്കാനോ അവൾക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ അവളിലേക്കാണ് ആദ്യം ചൊരിയേണ്ടത്. ഞാൻ ആ മകളോട് വ്യക്തിപരമായി സംസാരിച്ചു. മകളെ, നിനക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നിന്റെ കുടുംബത്തിൽ. നിന്റെ ഭർത്താവും നിന്റെ മക്കളും അവർ പാപികളാണ്, എന്നാലും അവർ അത് ഏറ്റുപറഞ്ഞു. എന്നാൽ നിനക്ക് നിന്റെ പാപത്തെക്കുറിച്ച് അറിവില്ല. അതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് തന്നെയാണ് നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവ കരുണയാൽ നിറയാൻ, ദൈവത്തിൻ്റെ കരുണ പ്രവേശിക്കാൻ ഇടമില്ലാതെ അത്രമാത്രം ഹൃദയ കാഠിന്യമാണ് നിന്റെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് നീ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എപ്പോഴും കുറ്റം പറഞ്ഞ്, മറ്റുള്ളവരെ, സ്വന്തം അമ്മയെ അപ്പനെ പോലും കുറ്റം പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നിന്റെ ഹൃദയത്തിൽ. അതോടൊപ്പം നീ എപ്പോഴും കുർബാന കൊള്ളുന്നു, പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു എന്ന് നീ വിശ്വസിക്കുന്നു. എന്നാൽ നിന്റെ ഹൃദയം കർത്താവിൽ നിന്നും വളരെ അകലെയാണ് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. ആ മകൾക്ക് ആദ്യം അത് സ്വീകരിക്കാൻ സാധിച്ചില്ല. എന്നാലും ഞങ്ങൾ ഒരുപാട് ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം ആ മകൾക്ക് ഒരല്പം വ്യത്യാസം വന്നു. അങ്ങനെ ആ കുടുംബത്തിൽ മുഴുവൻ ആ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ ഇന്ന് എൻ്റെ സഹോദര സഹോദരി, നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കാവശ്യം ദൈവകൃപയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഉന്നതത്തിൽ നിന്ന് കൃപ ലഭിച്ചവരല്ലാതെ മറ്റാർക്കും കുടുംബജീവിതത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ കർത്താവ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്, നീ നിന്റെ ജീവിത പങ്കാളിയിലും മക്കളിലും കാണുന്ന അതേ കുറവ് ഒരു പടി കൂടുതലായി നിന്നിലുണ്ട്. അതാണ് ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നത്. മകനെ, മകളെ, നിന്റെ കുറവുകളെയാണ് നിന്റെ കുടുംബാംഗങ്ങളിലൂടെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നത്. അതിനാൽ നിന്റെ കുടുംബാംഗങ്ങളിലൂടെ, ജീവിത പങ്കാളിയിലൂടെ, മക്കളിലൂടെ, അമ്മായിയമ്മയിലൂടെ, അമ്മായിയപ്പനിലൂടെ, മറ്റ് ഇൻലോസിലൂടെ നീ കാണുന്ന കുറവുകൾ അത് നിന്നിലുണ്ട്. അത് നിന്നെ വെളിപ്പെടുത്തി തരാനാണ് നിന്നെ ഞാൻ ആ കുടുംബത്തിലേക്ക് തന്നെ അയച്ചത്. അതിനാൽ തന്നെ നീ ചിന്തിക്കുക, കുറവ് നിന്നിലാണ്. നീ അത് മാറ്റുമ്പോൾ നിന്റെ കൂടെയുള്ളവർ, നിന്റെ ജീവിത പങ്കാളി, മക്കൾ, കുടുംബാംഗങ്ങൾ, അവരിലും മാറ്റങ്ങൾ വരും. നീ അത് മാറ്റാത്തിടത്തോളം കാലം അവരിലും മാറ്റങ്ങൾ സംഭവിക്കുകയില്ല. എന്തെന്നാൽ ഇത് കർത്താവിൻ്റെ അരുളപ്പാടാണ്. ഉന്നതത്തിൽ നിന്നുള്ള കൃപ നീ ചോദിച്ചു കൊണ്ടിരിക്കുക. കർത്താവെ, നല്ലൊരു കുടുംബജീവിതം ജീവിക്കാൻ, നല്ലൊരു ഭർത്താവാകാൻ, നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു മകനാകാൻ, നല്ലൊരു അമ്മയാകാൻ, നല്ലൊരു ഭാര്യയാകാൻ, നല്ലൊരു മകളാകാൻ നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. ദൈവമേ, എനിക്കറിയാൻ മേലാത്ത മേഖലകളിൽ നീ എൻ്റെ കുറവുകളെ കാണിച്ച് അത് നിറവുകളാക്കി ഇന്ന് മാറ്റണമേ. അങ്ങനെ എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നീ ഇന്ന് നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിൻ്റെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു. നിന്റെ ശാരീരിക ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു. ഒരുപക്ഷെ ശാരീരികമായ നിന്റെ ആവശ്യങ്ങളിൽ ജീവിത പങ്കാളി അല്പം പോലും ഗവനിക്കുന്നില്ല. സ്വന്തം സുഖം നോക്കി ഒരുപക്ഷെ
ആ വ്യക്തി മാറാം. എന്നാൽ ഈ ഒരു ആവശ്യം, നിനക്കാരോടും പറയാൻ പറ്റാത്ത ഈ ഒരു ആവശ്യം, അത് നിന്റെ ഒരു ആവശ്യം തന്നെയാണ്. അത് നീ കർത്താവിനോട് പറയുക. കർത്താവേ, എനിക്ക് ആവശ്യമായ ശാരീരിക സുഖം, മാനസിക സുഖം, ആന്തരിക സുഖം എനിക്ക് വേണം. അതെൻ്റെ ഭർത്താവിൽ കൂടി നീ എനിക്ക് നൽകണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഭാര്യയിൽ കൂടി നീ എനിക്കത് നൽകണം എന്ന് കർത്താവിനോട് നിങ്ങൾ പറയുക. അതിനാൽ തന്നെ അങ്ങനെ കുടുംബജീവിതത്തെ പവിത്രമാക്കാൻ, മറ്റൊരു ബന്ധം കുടുംബജീവിതത്തിൽ ജീവിക്കുമ്പോൾ അത് ആവശ്യമില്ല, അത് തിന്മയിലേക്ക് നയിക്കുന്നതാണ്. മാതാപിതാക്കളായ നാം അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ ആരെ കണ്ടാണ് മാതൃകാപരമായ ജീവിതം നയിക്കേണ്ടത്? അതിനാൽ മക്കൾ ഉള്ള മാതാപിതാക്കൾ ഇന്ന് ചിന്തിക്കുക, എൻ്റെ മക്കൾ എന്നെ കണ്ടാണ് വളരുന്നത്. അതിനാൽ തന്നെ എനിക്കൊരു മാതൃകാ വ്യക്തിയാകണം, ഒരു മാതൃകാ കുടുംബ ജീവിതം, കുടുംബിനി അല്ലെങ്കിൽ കുടുംബനാഥനാകണം. അതിനാൽ കർത്താവിൽ നിന്നും ഇന്ന് കൃപ സ്വീകരിക്കുക. കർത്താവ് ആഗ്രഹിക്കാത്ത എല്ലാ ബന്ധങ്ങളും ഇന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാകുക. കർത്താവിനെ നിങ്ങൾക്ക് ആവശ്യമാണോ എങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുക. കർത്താവിനെയാണോ വേണ്ടത്, അതോ ആ വ്യക്തിയെയാണോ വേണ്ടത്? നിങ്ങൾ കർത്താവിനെ പ്രതി ഉപേക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് 100 മടങ്ങ് അനുഗ്രഹമായി നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിനെ മാറ്റി നിർത്തിയുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ അത് നിങ്ങളെ തകർച്ചയിലേക്ക് നയിക്കും. അതിനാൽ തന്നെ കർത്താവിനെ മാറ്റിയുള്ള മറ്റൊരു ബന്ധം നമുക്ക് വേണ്ട. നിങ്ങൾക്കാവശ്യമായത് കർത്താവ് നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് സംതൃപ്തി അവിടെ നിന്ന് കർത്താവ് തരും. എന്തെന്നാൽ നിങ്ങളുടെ കുറവുകളെ കർത്താവിനോട് പറയുക. കർത്താവേ, എൻ്റെ ഭാര്യയിൽ നിന്ന്, എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹം, സന്തോഷം, സുഖം, ആനന്ദം എല്ലാം നീ എനിക്ക് നൽകി. നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കാൻ പോകുന്നു. കുടുംബജീവിതം ആഗ്രഹത്തോടെ കുടുംബജീവിതം നയിക്കാൻ പ്രാർത്ഥിക്കുക. വിവാഹ ജീവിതത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. എന്തെന്നാൽ വിവാഹ ജീവിതം ആണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം. ദൈവം ഇന്ന് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തടസ്സങ്ങൾ കൂടാതെ ദൈവം നൽകിയിരിക്കുന്ന പങ്കാളിയെ ലഭിക്കാൻ അതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിച്ച്, പുറത്തു പറയാൻ പറ്റാത്തതും പറയാവുന്നതുമായ പ്രശ്നങ്ങൾ ഓരോന്നും നിങ്ങളുടെ ഹൃദയത്തിൽ അത് സമർപ്പിക്കുക. കർത്താവിൽ നിന്നും കൃപ ലഭിച്ച് വീണ്ടും ഒരു നല്ല കുടുംബജീവിതം ജീവിക്കാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലേക്ക് നിങ്ങളെ നയിച്ച കർത്താവ് കുടുംബജീവിതം ഏറ്റവും നല്ലതുപോലെ ജീവിച്ച് പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് കൃപ തരും. ഈ കൃപയ്ക്കു വേണ്ടി ഇന്ന് നമുക്ക് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ കർത്താവിന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് ജീവിത പങ്കാളിയെ തന്നതിന്, മക്കളെ തന്നതിന്, ജീവിത പങ്കാളിയുടെ കുടുംബാംഗങ്ങളെ തന്നതിന്, എൻ്റെ മാതാപിതാക്കളെ തന്നതിന്, എനിക്ക് നൽകിയ എല്ലാത്തിനും നൽകാത്ത എല്ലാത്തിനും ഇന്ന് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ നിന്റെ കുടുംബജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, വലിയ നന്മകൾ, പുരോഗതി, ഉയർച്ച, അഭിവൃദ്ധി, സന്തോഷം, സമാധാനം, ആരോഗ്യം എല്ലാം ഉണ്ടാകും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുടുംബജീവിതം ജീവിക്കുന്ന ഓരോ മകനെയും മകളെയും ഞാൻ സമർപ്പിക്കുന്നു. മക്കളെയും സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബജീവിതത്തിലേക്ക് നയിച്ചവൻ നീയാണ്. നീ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച കുടുംബജീവിതം, വിവാഹ ജീവിതം, ഇന്ന് നീ അത് വീണ്ടും അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഈ മക്കളുടെ മേൽ ഇന്ന് നീ ഒരു പുത്തൻ അഭിഷേകം നൽകി കുടുംബജീവിതത്തിന് കൂടുതൽ സന്തോഷം കൊടുത്ത്, കൂടുതൽ ആനന്ദം കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ നൽകി. കർത്താവേ, ഈ കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്താനായി ഒരു മാതൃകാ കുടുംബമാക്കി മാറ്റുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ വേദനയെ നീ കാണണമേ. ആരോടും പറയാൻ പറ്റാത്ത ഇവരുടെ വേദനയിൽ ഇന്ന് നീ ഇടപെട്ട്
ഇവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇവരുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി ഞാൻ നിന്നെ വാഴിക്കുന്നു. ഈ കുടുംബത്തെ മനോഹരമായ കുടുംബമാക്കി മാറ്റണമേ. കെട്ടുറപ്പുള്ള സ്നേഹത്താൽ, കെട്ടുറപ്പുള്ള സന്തോഷത്താൽ, ക്ഷമയാൽ, വിട്ടുവീഴ്ചയാൽ, പരസ്പര സഹായത്താൽ, ബഹുമാനത്താൽ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. പരസ്പരം അംഗീകരിക്കുവാനും ബഹുമാനിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനത്തോടെ ഇന്നു മുതൽ സംസാരിക്കാൻ, പരസ്പരം ബഹുമാനത്തോടെ കാണാൻ ഇന്ന് കർത്താവേ നിന്റെ കൃപ ഇവരുടെ മേൽ ഒഴുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നീ അയക്കണമേ. ഇപ്പോൾ തന്നെ കുടുംബജീവിതം ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കുടുംബത്തിൽ നിന്ന് അറ്റുപോയ ബന്ധങ്ങളെ നീ വീണ്ടും പുതുക്കി ചേർക്കണമേ. പരിശുദ്ധാത്മാവെ ഈ കുടുംബത്തിൽ വന്നു നിറയണമേ. ഈ കുടുംബത്തെ വീണ്ടും ചൈതന്യമുള്ള കുടുംബമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. വിവാഹബന്ധം വേർപെടുത്തിയവരുടെ മേൽ കർത്താവേ നീ കൃപ കൊടുക്കണമേ. വീണ്ടും അവരെ നിന്റെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. വിവാഹബന്ധം ഒരിക്കലും വേർപെടുത്തുന്നത് നല്ലതല്ല എന്ന അറിവ് ഇവർക്ക് നൽകി വിവാഹബന്ധത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെ ഇന്ന് മാറ്റുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവെ നീ ഇവരുടെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ. ഇവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. നീ ഇവർക്ക് വേണ്ട സന്തോഷവും സമാധാനവും അംഗീകാരവും ബഹുമാനവും നൽകി ഇവർക്കാവശ്യമായ സ്നേഹം നൽകി കർത്താവെ ഇന്ന് നീ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ ഏറ്റുപറയുക. പരസ്പരം ബഹുമാനിക്കാത്ത അവസ്ഥയെ ഏറ്റുപറയുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ ബഹുമാനിക്കാതിരുന്നു, സ്നേഹിക്കാതിരുന്നു, അത് ഏറ്റുപറയുക. കർത്താവിനോട് മാപ്പ് പറയുക. അത് ആ മേഖലയിൽ സൗഖ്യം സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഇപ്പോൾ തന്നെ നീ സൗഖ്യപ്പെടുത്തണമേ. ഈ കുടുംബത്തിൽ ആഴത്തിൽ സ്നേഹബന്ധത്തിൽ വീണ്ടും ഒന്നിക്കുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവെ, ഈ കുടുംബജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റണമേ. ഇപ്പോൾ തന്നെ കുടുംബത്തിൽ ദൈവിക അനുഗ്രഹങ്ങളാൽ നിറയട്ടെ, കൃപയൊഴുകട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയിലും നിറയട്ടെ. കർത്താവിൻ്റെ ക്ഷമ കുടുംബത്തിൽ നിറയട്ടെ. കർത്താവിൻ്റെ കാരുണ്യവും ദയയും ഈ കുടുംബത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളെയും യേശു നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. ഇനി ഇവരെ നീ ശല്യപ്പെടുത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം ഈ കുടുംബജീവിതം നയിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും നെറ്റിയിൽ മുദ്ര ചെയ്യപ്പെടട്ടെ. കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ നാമം മുദ്ര ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമം ഓരോ കുടുംബത്തിലും മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഓരോ കുടുംബത്തെയും ഞാൻ കഴുകി വിശുദ്ധീകരിക്കുന്നു. കുടുംബാംഗങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിന്റെ രക്തം കൊണ്ട് ഓരോ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും നീ വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ പീഠാസഹനങ്ങളാൽ ഓരോ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, നിന്റെ ഓരോ തിരുമുറിവുകളാലും ഓരോ കുടുംബത്തെയും നീ വിശുദ്ധീകരിക്കണമേ. കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ ഓരോ സഹനങ്ങളെ, ഓരോ തിരുമുറിവുകളെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷയായി വന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുറവുകളെ മാറ്റി കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. കർത്താവെ, കുടുംബജീവിതം നയിക്കുന്നവരെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ. വീണ്ടും ഒരു മഹത്തായ ജീവിതം ജീവിക്കുവാൻ
അവരെ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവായ ദൈവമേ, വിവാഹിതരായ ആദ്യത്തെ ദിവസത്തെ ആ സന്തോഷം ഇന്ന് വീണ്ടും ഇവർക്ക് നൽകണമേ. ഇനി മുതലുള്ള ഇവരുടെ കുടുംബജീവിതം, ദാമ്പത്തിക ജീവിതം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാകട്ടെ. ദൈവത്തിൻ്റെ മഹിമ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഈ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഈ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. വീണ്ടും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയട്ടെ. സകല പാപങ്ങളും കർത്താവ് നിങ്ങളുടെ ക്ഷമിച്ചിരിക്കുന്നു. ദൈവികമായ വിശുദ്ധമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും കർത്താവ് ഇപ്പോൾ നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ആരാധന. പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കുന്നു. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പരസ്പര വിദ്വേഷം മാറ്റുന്നു. ക്ഷമിക്കാനുള്ള കൃപ കർത്താവ് നൽകുന്നു. സ്നേഹിക്കാനുള്ള കൃപ, ബഹുമാനിക്കാനുള്ള കൃപ തരുന്നു. ജീവിത പങ്കാളിയെ നിങ്ങൾ ബഹുമാനിക്കുക, നിങ്ങൾ ബഹുമാനിക്കണം. മക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. പരസ്പര ബഹുമാനം കർത്താവ് നൽകുന്നു. പരസ്പരം ഹൃദയങ്ങളിൽ സന്തോഷവും ആനന്ദവും, നഷ്ടപ്പെട്ടു പോയ സ്നേഹം, സന്തോഷം, സമാധാനം, ആനന്ദം, സുഖം എല്ലാം കർത്താവ് നൽകുന്നു. കർത്താവിനെല്ലാം സാധ്യമാണ്. നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോയിട്ടില്ല. കർത്താവ് അത് ഏറ്റെടുത്തിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനും, കുടുംബനാഥൻ കർത്താവാണ്. കുടുംബനാഥ കർത്താവാണ്. അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും, വഴി നടത്തും. നിങ്ങൾ അവിടുത്തോട് കൂടെ ആയിരിക്കുക. നിങ്ങൾ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്കൊരു പുതിയ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുക. കർത്താവായ യേശു നിങ്ങളുടെ എല്ലാ വേദനയും അറിയുന്നു. നിങ്ങളെ അവൻ ഒത്തിരി സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. അനാവശ്യമായ എല്ലാ ബന്ധങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുക. കർത്താവ് നൽകിയ ബന്ധം അത് ഏറ്റവും ശാശ്വതമായ, അനുഗ്രഹീതമായ, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ബന്ധമാണ്. അതൊരിക്കലും നിങ്ങൾ വേണ്ടെന്ന് വെക്കരുത്. അത് കർത്താവിനെ വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമാണ്. അതിനാൽ കർത്താവിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റുപറയുക. കർത്താവ് നിങ്ങളെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ കുടുംബം വീണ്ടും ഐശ്വര്യം പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും. ഓരോ ദിവസവും നിങ്ങളുടെ കുടുംബജീവിതം ആഘോഷമായിരിക്കും ഇനി മുതൽ. വിശ്വസിക്കുക. കർത്താവിനെല്ലാം സാധ്യമാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി അർപ്പിക്കുന്നു. നിനക്കെല്ലാം സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുടുംബം സ്ഥാപിച്ച ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. നീ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഇന്നും എന്നും ഈ ലോകത്തിലുള്ള ഓരോ കുടുംബത്തിൻ്റെയും രക്ഷകനും നാഥനുമായി നീ ഭരമേൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഓരോ കുടുംബത്തിൻ്റെയും, ഈ ലോകത്തിലുള്ള ഓരോ കുടുംബത്തിൻ്റെയും നാഥയായി, രാജ്ഞിയായി, റാണിയായി അങ്ങയെ ഞങ്ങൾ വാഴിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നീ മധ്യസ്ഥം വഹിക്കണമേ. കാനായിലെ കല്യാണത്തിന് ആ കുടുംബത്തിൽ ചെയ്ത അതേ മഹത്വം ഞങ്ങളുടെ നന്മകളെ കുറവുള്ളപ്പോൾ, ഞങ്ങളുടെ സന്തോഷത്തിന്, സ്നേഹത്തിന് കുറവുകൾ വരുമ്പോൾ, മാതാവേ, നിന്റെ പുത്രനോട് അപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയ സ്നേഹം, അംഗീകാരം, ബഹുമാനം, സന്തോഷം, ആനന്ദം, ആഘോഷം, ഇവയെല്ലാം ഞങ്ങൾക്ക് ഇരട്ടിയാക്കി കൂടുതലായി തരണമേ. അതിനുവേണ്ടി അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒത്തിരി മഹനീയമാക്കി മഹത്വപ്പെടുത്തട്ടെ. കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സന്തോഷം, സമാധാനം, ആനന്ദം, സുഖം, സൗകര്യങ്ങളെല്ലാം കർത്താവ് വീണ്ടും നൽകി നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ, അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിക്കും, കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒപ്പം എൻ്റെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ.